എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ആ കുഞ്ഞിനെ വാരിയെടുത്ത് വേദന മറക്കുന്നതാണ് അമ്മ. ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? സന്തോഷത്തോടുകൂടി ചേർത്ത് വെക്കുക. അപ്പോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബയോളജിക്കൽ മദർ, അല്ലെങ്കിൽ നമുക്കൊരു പ്രപഞ്ചേശ്വരിയായിട്ടുള്ള അമ്മയുണ്ട്, നമ്മുടെ ആത്മാവിന്റെ അമ്മ. അമ്മ കുഞ്ഞിനെ തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? കൊച്ചു കൊച്ചു അടി കൊടുക്കും, കുഞ്ഞെ അത് ചെയ്യില്ല. കാരണം തെറ്റ് ശരി അറിയില്ല കുഞ്ഞിന്. പക്ഷെ അടിക്കുമ്പോഴും, അമ്മ അടിക്കുമ്പോൾ കുഞ്ഞെന്താ വിളിക്കണത്? അമ്മ 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 എന്നാ വിളിക്കണത്. അതുപോലെ ഈ പറഞ്ഞ പ്രപഞ്ചേശ്വരി തരുന്ന ദുഃഖങ്ങളൊക്കെ നമ്മൾ ആരെയാ വിളിക്കുന്നത്? നമുക്ക് ചെറിയ ചെറിയ അടികൾ തരുന്ന എന്താ? നമ്മളെ നന്നാക്കാനല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു അമ്മയോട് ദേഷ്യം വരുമോ? നമ്മൾ ചോദിക്കുന്ന എല്ലാം തന്നില്ലെങ്കിൽ ഉടനെ ദേഷ്യം, അമ്മയ്ക്ക് ശക്തിയില്ല, മറ്റത് മറിച്ചത്, അമ്മയെ മറക്കുക, വേറൊരു ഈശ്വരനെ തേടി പോവുക. അങ്ങനെയല്ല. നമ്മുടെ ഈ സ്വന്തം അമ്മയെ പോലെ നമ്മളെ തെറ്റുകളിൽ നിന്ന് തിരുത്തുന്ന ദേവി, ആ ദേവി നമ്മുടെ മുമ്പിൽ ഇല്ല, കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോ ദുഃഖം വരുമ്പോഴും ആ പ്രപഞ്ചേശ്വരി തരുന്ന ദുഃഖങ്ങളിലെല്ലാം ദേഷ്യം വരാതെ നമ്മൾ എന്താ വിളിക്കണ? അയ്യോ അമ്മ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റൂ. കാരണം ഈ ദുഃഖങ്ങൾ ഒന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ട് തരണമല്ല, നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ്. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പരാതിപ്പെടുന്നത് അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് തന്നെയാ. അപ്പൊ അമ്മ എന്ന് പറയുന്നത് എന്താ പറയാ, ഉള്ളിലെ ഒരു കംപ്ലീറ്റ്, അതാണ് കരുണാമൃത സാഗര, വാത്സല്യ പ്രവാഹമാണ്. അപ്പൊ അമ്മയെ ബഹുമാനിക്കുക. മാതാ പിതാ ഗുരു ദൈവം, ഈ മൂന്നെണ്ണം: മാതാവ്, പിതാവ്, ഗുരു, ദൈവം. അപ്പൊ ഈ ദൈവത്തെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മാതാവിനെ അറിയണം, പിതാവിനെ അറിയണം, ഗുരുവിനെ അറിയണം. ഈ മൂന്ന് പേരുടെ ശിക്ഷണത്തില് ഒരു കുഞ്ഞിന് എന്താ പറയാ, നിയന്ത്രിതമായിട്ടുള്ള ഒരു മനസ്സും അവിടെ നിന്ന് ആ ഒരു വികാരങ്ങളും അവനെ എന്തിലേക്ക് നയിക്കണ്ടോ, അവർ ഈശ്വരനെ അറിയണമെങ്കിൽ, നാലാമത്തെ ഈശ്വരനെ അറിയണമെങ്കിൽ ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ നന്നായിട്ട് അറിയണം. ആ ഒരു അമ്മയുടെ വാത്സല്യത്തെ അമ്പലത്തിൽ ചെന്ന് നിന്ന് അമ്മ അമ്മ എന്ന് എന്താ നമ്മൾ കരയാൻ കാരണം? ഈ അമ്മയെ കാണിച്ചു തരുന്നത് ആരാ? നമുക്ക് നല്ലൊരു ഗുരുവ് വേണം. ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആധ്യാത്മിക സംസ്കാരത്തിലെ ഗുരുവിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അടിത്തറയാണ്. അപ്പൊ അവിടെ സറണ്ടർ ചെയ്ത് നമ്മുടെ അകക്കണ്ണ് തുറക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഗുരു ചെയ്യുന്നത് ഒരു ശിഷ്യനെ മോൾഡ് ചെയ്യാണ്. നമുക്ക് മോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു മൂശയുണ്ട്. ഏതാണെങ്കിലും അത് ആ രൂപത്തിൽ കിട്ടണമെങ്കിൽ അതിനകത്തോട്ട് ഒഴിക്കണം. മണ്ണ് കുടമാവണമെങ്കിൽ, ഇല്ലേ, വെള്ളി എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ആലയില്. അതിനകത്ത് ഒഴിച്ചു വരുമ്പോൾ മോൾഡിങ്ങിലൂടെ അത് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ, ഷേപ്പിൽ വരും. ഇത് മനുഷ്യനെ സംബന്ധിച്ച് ഇത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ശിഷ്യൻ പല സംസ്കാരത്തിൽ നിന്നാണ് വരുന്നത്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് പലതായിരിക്കും. പക്ഷെ എന്താ പറയാ, ഇതിന് ഉദാഹരണമായിട്ട് എപ്പോഴും സാർ ഒരു കഥ പറയാറുണ്ട്. എന്താ പറയാ, ഒരു ശിഷ്യൻ ആശ്രമത്തിൽ ചെല്ലുകയാണ്. അപ്പൊ നമ്മള് ഗുരു പറഞ്ഞു, ഭൗതികമായിട്ട് ഒരുപാട് പ്രലോഭനങ്ങളെ ചെറുത്ത് നിൽക്കേണ്ടി വരും. അത് ഗുരുവിന്റെ വാത്സല്യം, കരുണ, അനുഗ്രഹം എല്ലാം പൂർണ്ണമായിട്ട് വേണം. ഇവിടെ വളരെ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ ഗുരുവായിരുന്നാ പോരെ, ശിഷ്യനാവേണ്ട കാര്യം എന്താ? ഇത് ഞാൻ വന്നത് എന്താ, ഇതൊക്കെ അറിയാൻ എനിക്ക് ഒരുപാട് കിടന്ന് കഷ്ടപ്പെടാനൊന്നും വയ്യ. അങ്ങനെ അല്ല. കാരണം ആഗ്രഹങ്ങള് എന്താ പറയാ, ഗുരുത്വം ഇല്ലെങ്കിൽ ജീവിത വിജയം കിട്ടത്തില്ല. ഗുരുത്വം വേണം. എന്താ ഗുരുത്വം? ഗുരുവിന്റെ അനുഗ്രഹം. ആരൊക്കെയാ നമ്മുടെ ഗുരുക്കള്? മാതാവ്, പിതാവ്, ഗുരു. ഈശ്വര അനുഗ്രഹം വേണമെങ്കിൽ ഇവരുടെ അനുഗ്രഹം വേണം. ജീവിതത്തില് ഗുരുത്വം ഇല്ലെങ്കിൽ ഈ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് ചുണ്ടോട് അടുപ്പിച്ചാലും നാളെ അത് താഴെ വീണു പോകും. ജീവിതത്തിൽ ഗുരുത്വം, അതാണ് നമ്മൾ പറയുന്നത്. ഒരു ജാതകത്തില് ഗുരുവിന്റെ പ്രാധാന്യം നോക്കാറുണ്ട്. ബൃഹസ്പതി, അതായത് വ്യാഴത്തെ, അതിനാണ് ഈശ്വരാധീനം എന്ന് പറയുന്നത്. ആ ഈശ്വരനെ അധീനത്തിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് തരുന്ന ആളാണ് ഗുരു. അപ്പൊ ഇതിനകത്ത് ശരിക്കും സുകുമാര കവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഗുരുവിനെ കുറിച്ചൊരു കവിത വളരെ പ്രശസ്തമാണ്. അതായത് സുകുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് വളരെ സമർത്ഥനായിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹം ഗുരുകുലത്തിൽ വന്ന് യാതൊന്ന് നിശബ്ദനായിട്ട് ഗുരുവിന്റെ എല്ലാ കാര്യങ്ങളും, അവിടെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഇദ്ദേഹം എല്ലാം നല്ല ജോലികളൊക്കെ ചെയ്ത് മിണ്ടാതിരിക്കും, ധ്യാനിക്കും, ഒന്നും ഇദ്ദേഹത്തോട് പറയേണ്ട നല്ല അറിവുണ്ട്. പക്ഷെ ഈ ഗുരു ഏത് നേരവും ഈ ശിഷ്യനെ വഴക്ക് പറയും എപ്പോഴും. അപ്പൊ എല്ലാവരും വിചാരിച്ചു, എന്താ ഇദ്ദേഹം ഇത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്ത് പറ്റി, ഇത്രയും മിടുക്കനല്ലേ, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വഴക്ക് പറയണം? പക്ഷെ ഗുരുവിനോട് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. ഒരു ദിവസം എന്ത് ചെയ്തു, ഈ വർഷങ്ങൾ കഴിഞ്ഞു, ഈ എന്താ പറയുക, സുകുമാരന് ഭയങ്കര ദേഷ്യമായി ഗുരുവിനോട്. ഇതെന്താ എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത്? അദ്ദേഹം ഒരു ദിവസം എന്താ പറയുക, ഈ ഗുരുവിന്റെ തലയിൽ അമ്മിക്കല്ലെടുത്ത് എന്താ പറയുക, അദ്ദേഹം ഉണ്ടിട്ടിരിക്കുമ്പോൾ കൊല്ലണമെന്ന് തീരുമാനിച്ച് തട്ടിൻപുറത്ത് കയറി ഇരുന്നു എന്നാണ്. തട്ടിൻപുറത്ത് കയറി ഇരിക്കുകയാണ്. ഗുരു ഭക്ഷണമൊക്കെ കഴിച്ച് ഗുരുപത്നിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറ്റില മുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം മേളിൽ ഇരിക്കുകയാണ്, കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുരുപത്നി ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങ് ഈ സുകുമാരനോട് ഇങ്ങനെ പെരുമാറുന്നത്? അങ്ങ് അത് എന്ത് കുറ്റമാണ് അയാളുടെ കയ്യില്?
ഇത്രയും അറിവ്, ഇത്രയും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യണു, നല്ല രീതിയിൽ ഉപാസന ചെയ്യണു, പക്ഷെ അങ്ങേക്ക് ഒരു എന്താ പറയാ ഒരു കരുണയും അദ്ദേഹത്തോട് ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഗുരു പറയാണ്, എനിക്ക് ഏറ്റവും വാത്സല്യ ശിഷ്യൻ സുകുമാരനാണ്. കാരണം നാളെ എന്റെ കാലശേഷം ഈ ആശ്രമത്തെ ഞാൻ കൊടുക്കാൻ പോകുന്നത് സുകുമാരനാണ്. കാരണം അവനില് ഒരു തെറ്റുകുറ്റങ്ങളും വരാൻ പാടില്ല. അവനെ പെർഫെക്റ്റ് ആക്കണം. ഞാൻ അവനെ എപ്പോഴും പുകഴ്ത്തുവോ അവനെ പൊക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല. അവനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ ഓരോ പ്രാവശ്യവും അവനെ വഴക്ക് പറയുമ്പോൾ എന്റെ ഹൃദയം നീറിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അവന് ഇഷ്ടമല്ലായിട്ടല്ല. ഇത് തട്ടിമ്പുറത്തിരുന്ന് കേട്ട സുകുമാരന് ഭയങ്കരമായിട്ട് വിഷമായി. അയ്യോ, ഇനി എന്ത് ചെയ്യും? അവനെ കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ. അപ്പൊ നമ്മൾ ഗുരു ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഓരോ കാരണം കാണും. നമ്മളത് അറിയാതെയാണ് ഈ പറഞ്ഞ ജഡ്ജ് ചെയ്യുന്നത്. ഈ സുകുമാരന് ഭയങ്കര വിഷമായി, പശ്ചാത്താപ വിവശനായിട്ട് കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം താഴെ ഇറങ്ങി. പിറ്റേ ദിവസം ക്ലാസ്സിൽ ഇരുന്നപ്പോ വളരെ കുനിഞ്ഞ ശിരസോടെ ഇരിക്കുന്ന സുകുമാരനോട് ചോദിച്ചു, ഗുരു ചോദിച്ചു, എന്താ സുകുമാരൻ നീ വളരെ ദുഃഖിതനായിട്ടിരിക്കണ? ഗുരു ഇതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഗുരുവിനെ നിന്ദിച്ചതിന് ഇല്ലേ ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ച ഒരാൾക്ക് എന്താണ് ശിക്ഷ ഗുരു എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, അതിന് പ്രത്യേകിച്ച് പ്രായശ്ചിത്തം ഒന്നുമില്ല. കാരണം ബ്രഹ്മഹത്യക്ക് പോലും പ്രായശ്ചിത്തമുണ്ട്, ഗുരുവിന് നിന്ദയ്ക്ക് പ്രായശ്ചിത്തം ഇല്ല. ഞാൻ എന്താ പറയേണ്ടത്? പക്ഷെ ഒരു ചെറിയ പ്രായശ്ചിത്തമുണ്ട്. ആ ഉമിത്തീയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ അത് വെന്ത് പോണം. പാപങ്ങളെല്ലാം അങ്ങനെ തീരണം. അതിനെ ബ്രഹ്മഹത്യ പാപത്തെക്കാളും വലുതാണ് ഗുരുവിനെ ഹത്യ ചെയ്യുക, ഗുരുവിനെ നിന്ദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ ഗുരു എണീറ്റപ്പോ വലിയൊരു ആൾക്കൂട്ടം, വലിയ ബഹളമൊക്കെ കേൾക്കണം, ആളുകളെല്ലാം ഓടുന്നു. നോക്കുമ്പോൾ ഉമിത്തിയിൽ സുകുമാരൻ വെന്ത് ശരീരത്തിന്റെ പകുതി ഭാഗവും വെന്ത് കഴിഞ്ഞു. ആ ഉമിത്തിയിൽ ഇരുന്ന് 6 ശ്ലോകം ഗുരുവിനെ കുറിച്ച് എഴുതി. അതാണ് സുകുമാര കവി എഴുതിയ ഗുരു അഷ്ടകം പോലെ, ശങ്കരാചാര്യരെ ഗുരുവിനെ കുറിച്ച് എഴുതിയതുപോലെയുള്ള വളരെ വളരെ ഒരു കാവ്യമാണ്. അതിനാണ് സുകുമാര കാവ്യം എന്ന് പറയും. വായിച്ചാൽ നമുക്ക് സങ്കടം തോന്നും. ഗുരുവിന്റെ അനുഗ്രഹം എങ്ങനെ വരണു, ഞാൻ അറിയാതെ പോയല്ലോ, അങ്ങേ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ, ക്ഷമിക്കുക 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 എന്ന് പറഞ്ഞ് ഓരോന്നിനും ഗുരുവിന്റെ പാദപത്മങ്ങളിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്. ഇപ്പൊ ശങ്കരാചാര്യര് പറയില്ലേ ഗുരു അഷ്ടകത്തിൽ എന്താ? ശരീരം സ്വരൂപം തഥാവ കളത്രം യശശ്ചാരു ചിത്രം ധനം മേരു തുല്യം മനശ്ചേന ലഗ്നം ഗുരോഘ്രി പാദം തതക്കിം തതക്കിം തതക്കിം. ഗുരുവിന്റെ പാദത്തിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ ഭൗതിക പുരോഗതി എന്താണ് എന്ന് ചോദിച്ചിട്ട്, എനിക്ക് ഭാര്യയുണ്ട്, യശസ്സുണ്ട്, ധനമുണ്ട്, മനസ്സ് എന്താ പറയാ ഗുരുപാദത്തിൽ ഇല്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് ശങ്കരാചാര്യര് ചോദിക്കുന്ന അതേ തുല്യമായിട്ടുള്ള ഒരു കവിതയാണിത്. അപ്പോ ഗുരുപാദാന്തിക എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ? ഭൗതിക പുരോഗതി ഒക്കെ തന്നെയും ഇന്ന് പ്രയോജനമില്ല. കാരണം മാതാപിതു ഗുരു ദൈവം ഇവരോടൊരു വിധേയത്വം വേണം നമുക്ക്. കാരണം ജീവിതം എപ്പോഴും എന്താ? ജീവിതം സ്ട്രെയിറ്റ് ലൈനിൽ പോവോ? നമ്മൾ വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയാണോ ജീവിതം പോകുന്നത്? ഒരിക്കലും അല്ല. സിക്സ് ആയിട്ട്, അതായത് വളഞ്ഞു പൊളഞ്ഞുള്ള ജീവിതം, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു വൻ നദി പോലെ. അങ്ങനെ പോലെ പൊളഞ്ഞ് അവസാനം അത് എത്തിച്ചേരുന്ന എവിടെയാ? മരണം എന്നുള്ള ആത്യന്തിക സത്യത്തിലാണ് ജീവിതം എത്തിച്ചേരുന്നത്. അപ്പൊ ഒരുപാട് നല്ലതും ചീത്തയും അത്ഭുതങ്ങളും എല്ലാം ജീവിതത്തിൽ സംഭവിക്കാം. എന്ത് വന്നാലും ഈ ജീവിത നദിയിലൂടെ പോകുന്ന നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ഈ ചെറിയ നൗക, നമ്മൾ ഈ വലിയ പ്രപഞ്ചത്തിൽ, ഈ ബ്രഹ്മാണ്ടത്തിൽ നമ്മളാകുന്ന ഒരു ചെറിയ നൗകയാണത്. ആ നൗക എന്ത് ചെയ്യും? ഏത് വെള്ളച്ചാട്ടത്തിൽ പതിച്ചാലും അവിടെ നമുക്ക് തുണയും താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് ഗുരുഭക്തിയാണ്, ഗുരുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ എന്താ? ആ ഭഗവതിയുടെ പാദത്തിൽ എത്തിച്ചേർക്കും, സംശയം വേണ്ട. കാരണം ഇന്ന് നമ്മള് ശ്രീവിദ്യ ഉപാസനയില് ഗുരുവിനുള്ള പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് സാഹചര്യത്തിലും നമ്മുടെ തോളിൽ തട്ടി വിഷമിക്കേണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ആ കൈ പിടിച്ച് നടക്കാൻ, നമ്മളെ രക്ഷിക്കാൻ ഒരു ഗുരു കടാക്ഷം. അതാണ് നമ്മൾ പറയണത്, ഏത് പോയത്തിന്റെ അവസാനം ഗുരു കടാക്ഷം സമ്പൂർണം. ഈ ഗുരു ആരാണ്? സാക്ഷാൽ ഗുരുരൂപിണിയായിരിക്കുന്ന അമ്മയാണ് ഈ പറയുന്ന ഗുരുവിലൂടെ നമുക്ക് പ്രകാശിക്കുന്നത്. അത് ഏത് ദുഃഖത്തില്, ഏത് ഭയങ്കര ദുഃഖത്തിൽ പോലും ഒരു കൈത്താങ്ങായിട്ട് ആ ഒരു നമ്മൾ ഗുരുവിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിശ്വാസം, സ്നേഹം, അതാണ് നമ്മുടെ കവചം. ആ കവചം നമ്മള് ഏത് എന്താ പറയാ എവിടെ നിന്നാലും, ഏത് നടുക്കടലിലും ഏത് പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നാലും നമ്മളെ രക്ഷിക്കും. അപ്പൊ സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്താ പറയാ കബീർദാസ് പാടിയത്, ഗുരു ചരണാംബുജ നിർഭര ഭക്ത സംസാരാത് അജിരാത് ഭവമുക്ത. പഴയ കാലത്ത് നമുക്കറിയാം ചാർവാകന്മാരുണ്ടായിരുന്നു. ആരായിരുന്നു ചാർവാകന്മാര്? നന്നായിട്ട് സംസാരിക്കുന്നവരെയാണ് ചാർവാകന്മാരെന്ന് പറയുന്നത്. അവരുടെ സംസാരം കേട്ടാൽ എല്ലാം സത്യമാണെന്നേ തോന്നുള്ളൂ. അവരെന്ത് പറയും? ഉണ്ണുക, ഉറങ്ങുക, സുഖം അനുഭവിക്കുക,
എന്ത് അധ്യാത്മം, ഇതൊക്കെ തട്ടിപ്പാണ്, ഇത് കുറെ പേർക്ക് പണം ഉണ്ടാക്കുന്ന മേഖലയാണെന്ന് പറഞ്ഞ് നമ്മളെ അതിൽ നിന്ന് മാറ്റും. അവരാണ് ചാർവാകൻ. പണ്ട് സ്ഫോടവാദം, ചാർവാകവാദം എന്നൊക്കെ പറഞ്ഞ് വേദത്തിന് പാരലായിട്ട് വളരെ ഒരു ശക്തമായിട്ടൊരു ആളുകൾ ഉണ്ടായിരുന്നു. അവര് പറയുന്നത് എന്താ? ഋണം കൃത്വ ഘൃതം പിബേത്. നീ കടമുണ്ടാക്കിയാൽ എന്താ? നെയ്യ് ഒഴിച്ച് ചോറുണ്ണ, സുഖമായിട്ട് ജീവിക്കുക. എന്താ 3-4 ദിവസം ഈ ഭൂമിയിൽ ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കുക. വല്ലവന്റെ ഒന്നും കടം മേടിച്ച് യാതൊന്നും ചെയ്യാതെ നിന്റെ ശരീരത്തെ വളർത്തി ഉണ്ണുക, ഉറങ്ങുക. ബാക്കിയുള്ളവനെ പറ്റിക്കോ വെട്ടിക്കോ എന്ത് ചെയ്താലും സാരമില്ല. അങ്ങനെ ധർമ്മം ഒന്നും വേണ്ട. ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്. സൂര്യൻ ഉദിക്കുന്നത് ഒരു ശക്തിയാണ്, ചന്ദ്രൻ ഉദിക്കുന്ന ശക്തിയാണ്, ഇതൊക്കെ വെറും കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ബ്രാഹ്മണന്മാര് ചൂഷണം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അവര് ഈ വേദങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് നമ്മളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കാനാണെന്നൊക്കെ പറയുന്നത്. അതിനെയാണ് ശൂന്യവാദം. ഇത് അസത്യമാണ് എന്നൊക്കെ പറയുന്ന ഒരു ചാർവാക സമൂഹം ഉണ്ടായിരുന്നു പണ്ട് ഭാരതത്തിൽ. അപ്പോ ഒന്നിനും ഒരു ഡിവൈൻ സയൻസ് ഇല്ല. പറയൂ ഇതിനെന്താ? ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നമ്മളോട് ചോദിക്കുക, ഈശ്വരൻ ഉണ്ടതിന് തെളിവ് കാണിക്കുക. നമുക്ക് എന്താ തെളിവ്? നമ്മളുണ്ട്, ഈ ചോദിക്കുന്ന ശബ്ദം തന്നെയാ തെളിവ്. ഈ ശബ്ദം എവിടെ നിന്ന് വന്നു? ഈ ശബ്ദം വരാൻ കാരണം എന്ത്? ഈ ഒരൊറ്റ ചോദ്യത്തില് ചാർവാകന്മാർക്ക് പിന്നെ ഉത്തരമില്ല. അപ്പൊ അവര് പറയും ഒരു അഖണ്ഡ ശക്തിയാണ്, പ്രപഞ്ചത്തിന്റെ മൂലപ്പൊരുൾ ഒരു അഖണ്ഡ ശക്തിയാണെന്നൊക്കെ തെളിയിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഉടനെ നമുക്ക് അതിനെ ഓരോന്ന് തെളിയിക്കാൻ പറ്റുമോ? ഭൂമി, ജല, അഗ്നി, വായു ഒന്നുമില്ല. നീ സംസാരിക്കുന്നെങ്കിൽ നിനക്ക് ഈ ശക്തി എവിടുന്ന് കിട്ടുന്നു? നിന്റെ ഉള്ളില് ആ ഒരു പരമമായിട്ടുള്ള ശക്തിയുണ്ട്. ഇത് മാത്രമേ അതിന് ഉത്തരവുള്ളൂ. അപ്പൊ നമ്മൾ പ്രകൃതി എന്താണ്? മണ്ണാണ്, അല്ലെ? മണ്ണ്, കാറ്റ്, ചെടികള്, സമുദ്രം എല്ലാം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? വികല്പങ്ങളാണോ സങ്കല്പങ്ങളാണോ? വികല്പമാണോ? നിരാകാരമായിട്ടുള്ള എന്താണ് ഇതിന്റെ പുറകില്? ഈ ഫോഴ്സ് എന്താണ്? ഈ ശക്തി ആരാണ്? എന്താണ് ഇത്രയും ഈ ഇത്രയും പേഴ്സണാലിറ്റീസ്, അതായത് ഇത്രയും മൃഗങ്ങളും മനുഷ്യർക്കും എന്താ പറയാ, അവർ അച്ഛനാകുന്നു, അമ്മയാകുന്നു, എന്തൊക്കെയാണ് അവര് എന്താ പറയാ, പല പല രൂപങ്ങൾ, പല പല എന്താ പറയാ ജന്മങ്ങൾ എടുത്ത് ഭൂമിയിൽ വരുന്നു പോകുന്നു. ഇതൊക്കെ ആരാണ് ഇതിന്റെ പുറകില്? ഈ ജീവൻ, അതായത് ഈ ചേതന വരുന്നത് എവിടെ നിന്നാണ്? ആ പുരുഷ വിധത്വം, അതായത് എന്താണ്? ആ ഒരു കോൺഷ്യസ് പ്ലെയിനില് നമ്മൾ അച്ഛനായിട്ട് ജീവിക്കണു. ആ ജീവൻ ഒന്നേ ഉള്ളൂ. പക്ഷെ ആ ജെൻഡർ വരുമ്പോ എന്താ? നമ്മൾ അച്ഛനാകണു, ഒരു ജന്മത്തിൽ അമ്മയായിട്ട് തീരണു. ഈ അതായത് ഈ മൂലമായിട്ടിരിക്കുന്ന പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ. അതായത് ഒരു ബാക്ടീരിയയിൽ പോലും എന്താ? ജഡമില്ല, എല്ലാം ചൈതന്യമാണ്, അല്ലെ? ചൈതന്യം മാത്രം. അപ്പോ ആ ഒരു ജഗന്മാതാവിന് എല്ലായിടത്തും നമ്മൾ വിശ്വമാതൃത്വത്തെയാണ് കാണുന്നത്. ഈ പരാശക്തിയുടെ ശക്തി ഓരോന്നിലും, അണുവിലും, പൂവിലും, പുല്ലിലും, പ്രകൃതിയിലും ഓരോന്നിലും ആ ഒരു എന്താ പറയാ മാതൃത്വത്തില് വിശ്വമായിട്ടിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന അമ്മ എന്നുള്ള തത്വം അതാരാണ്? സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? ഈ ഒരു അമ്മയുടെ, അതായത് നമുക്ക് അറിയുവാനുള്ള ഒരു ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി എവിടെ നിന്ന് വരുന്നു? ആ ഇച്ഛാശക്തിയാണ് നമ്മള് കുണ്ടലിനി, അതായത് നമ്മുടെ പ്രാണൻ എന്നൊക്കെ പറയുന്നത്. യോഗികളില് അതെന്ത് ചെയ്യണു? അത് മാനിഫെസ്റ്റ് ആസ് വിൽ പവർ. അവരുടെ ആ വിൽ പവർ കൊണ്ടാണ് അവർ ഇതിനെ കണ്ടുപിടിക്കുന്നത്, തപസ് ചെയ്യുന്നത്, അവരതിനെ എന്താ പറയാ അടയുന്നത്, അവർ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ മോക്ഷം എന്ന് പറയുന്ന മോക്ഷത്തിന്റെ വാതില് തുറന്നു തരുന്നത് എന്താ? ഈ വിൽ പവർ ആണ്. നമുക്കറിയണം. നമുക്കിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സുഖം കിട്ടുന്നു. ഈ സുഖം എവിടുന്ന് വരുന്നു? ആരിയ്ക്കുന്നത് കൊണ്ട് വരുന്നു? ഈ ശരീരം ജഡമല്ലേ? ജഡമാണ്. അപ്പൊ ഇതിന് ഉണ്മ കൊടുക്കുന്ന ശക്തി എന്താണ്? എല്ലാവരുടെയും ഉള്ളില്. അവരുടെ ശരീരമാണോ പെണ്ണോ എന്താ പറയാ മൃഗമോ പുഴുവോ എന്നല്ല. ആ ഉണ്മ കൊടുക്കുന്ന ശക്തിയാണ് എന്താ? പ്രപഞ്ചശക്തി, പ്രപഞ്ച മാതാവ്, വിശ്വമാതൃത്വം എന്നൊക്കെ പറയുന്നത്. അപ്പോ അതില് മനുഷ്യനിൽ ഇരിക്കുന്ന എന്താ ആസുരിക ശക്തികൾ ഇല്ലാതാക്കുവാൻ എന്താ ഈ പറഞ്ഞ ഈ ശക്തി ഇരുന്നെങ്കിൽ മാത്രമേ നെഗറ്റീവ് ഫോഴ്സസിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സന്മാർഗത്തെ, അതായത് ആ ഒരു നമ്മൾ നല്ല വഴിയിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആസുരിക ശക്തികൾ എന്ന് വന്ന് ആ മാർഗത്തെ തടസ്സം ചെയ്യും, ഇല്ലേ? അതിനെ നമ്മൾ ഡ്യൂവലാക്കും, രണ്ടാക്കും. ആ ശക്തികളുടെ സ്വാധീനത്തിൽ പെടാതെ, അതായത് ഇന്ന് നമുക്കറിയാം മൊബൈലാണ് നമ്മുടെ ഏറ്റവും വലിയ അസുരൻ. എത്ര പേരാ മൊബൈൽ വെച്ചിട്ട് ഫേസ്ബുക്ക്, മറ്റേ ബുക്ക്, കൊച്ചു കുട്ടികൾ വരെ അതിൽ ആകൃഷ്ടരായി പലതും കണ്ട് ഭയന്ന് പലരുടെയും പുറകിൽ പോയി വലിയ എന്താ പറയാ ബുദ്ധിനാശ പ്രണശ്യതി എന്നേ പറയാൻ പറ്റും. ആത്മഹത്യ, എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് ഓരോ ദിവസവും? ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഈ മൊബൈൽ ഒരു രാക്ഷസനാണ്. അതിനെ നല്ലതായിട്ട് ഉപയോഗിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് എടുത്താൽ നമുക്ക് അതിലൂടെ സത്സംഗം കിട്ടും. അപ്പൊ ഈ ദൈവവും സദ്ഗുരുവും വേണമെങ്കിൽ നമുക്ക് അതിൽ കൂടെ കിട്ടും, അല്ലേ? അല്ല ആസുരിക ഭാവം വേണമെങ്കിൽ അതും കിട്ടും. അത് തീരുമാനിക്കേണ്ട ആരാണ്? നമ്മുടെ മൈൻഡ് സെറ്റാ.
ആ മൊബൈൽ വെച്ച് ചീത്ത പ്രോഗ്രാമുകളും കാണാം, അത് വെച്ച് ഈശ്വരന്റെ അനുഗ്രഹം കിട്ടുന്ന പല നല്ല ടോക്കും കേൾക്കാം. അപ്പൊ ഈ അവസ്ഥയെ ഉണ്ടാക്കുന്നത്, നല്ലതും ചീത്തയും സ്വീകരിക്കുന്നത് നമ്മുടെ മനസ്സാണ്, അല്ലെ? മൈൻഡ് സെറ്റിനെ ആശ്രയിച്ചിരിക്കും. അപ്പോ സാധകന്മാർ എന്താ ചെയ്യേണ്ടത്? ജാഗ്രതയോടെ ഇതിനെ ഉപയോഗിക്കണം. കാരണം ഇത് മുമുക്ഷുത്വം ഇല്ലെങ്കിൽ, നമുക്ക് ആ മോക്ഷ താല്പര്യം ഇല്ലെങ്കിൽ എന്താ, ബുദ്ധൻ എന്താ ചെയ്ത? രാജാവിന്റെ മകനാണെങ്കിലും ബുദ്ധനെ പോലെ എല്ലാം എന്താ പറയാ ഉപേക്ഷിക്കാൻ തയ്യാറായാല്, നിത്യ അനിത്യ വിവേകം ഉണ്ടായാല്, ഈ ജന്മ മൃത്യു ജരാവ്യാധി നമുക്കുണ്ട്, വന്നിരിക്കും എന്നുള്ളത് ഷുവറാണ്. കാരണം പ്രപഞ്ചം നമുക്ക് ഓരോ ദിവസവും അത് കാണിച്ചു തരിക. എന്റെ മുന്നിൽ ഇന്നുള്ള ആള് നാളെ ഇല്ല. അവരെവിടെ പോയി? എന്റെ അച്ഛൻ എവിടെ പോയി? എന്റെ ബന്ധുക്കൾ എവിടെ പോയി? കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകും. അത് അവരെവിടെ നിന്ന് വന്നു? ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഒരു പ്രാവശ്യം ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനോട് അഡിക്റ്റഡ് ആവില്ല. അപ്പൊ നമുക്കും നാളെ ഇത് ഉണ്ട് എന്നുള്ളത് ഷുവറാണ്, അല്ലേ? അപ്പോ ആ ഹിമാലയത്തിന്റെ ഉച്ചിയിലാണെങ്കിലും മായയുടെ താണ്ഡവം നമുക്ക് കാണാം, ഇല്ലേ? പട്ടണത്തിൽ ഇരുന്നാലും മായയുണ്ട്, ഹിമാലയത്തിൽ പോയിരുന്നാലും മായയുണ്ട്. അപ്പൊ വിരക്തന്മാരെന്ന് പറയുന്നത് എവിടെ ഇരുന്നാലും നമ്മുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിരിക്കും. കാരണം എവിടെയാണോ ആ ഒരു ദേവീ സമ്പത്തി, ആ ദേവീ സമ്പത്തി എന്ന് പറഞ്ഞാൽ ആസുരിക സമ്പത്തികളെ ഇല്ലാതാക്കുന്ന ദേവീ സമ്പത്തി ഉണ്ടോ, അവിടെ എന്താ, അസുരന്മാർക്ക് അവിടെ തലപൊക്കാൻ പറ്റില്ല. കാരണം നമ്മള് മോക്ഷത്തിന് പ്രാപ്തരാണെങ്കിൽ ദേവി നമ്മളെ കൊണ്ടുപോയിക്കോളും. ആ അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് നടക്കാൻ പറ്റും. അപ്പൊ ഇതാണ് എനിക്ക് സാധനയെ കുറിച്ച് കുറച്ച് ഈ പറഞ്ഞ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച കുറച്ച് മറുപടികളും. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ എന്താ പറയാ ശക്തി, ബീജം, ശക്തി, കീലകം എന്നുള്ളത് നമ്മുടെ ദേവി ഉപാസനയെ ബേസ് ചെയ്തിട്ട് 3 ശ്ലോകങ്ങളെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീവിദ്യ ഉപാസനയില്. ഞാൻ സൗന്ദര്യ ലഹരിയിലെ 3 ശ്ലോകങ്ങളാണ്. എന്താണ് ബീജം, എന്താണ് ഉദ്ഭവസ്ഥാനം, അത് എന്താണ് ശക്തി, എന്താണ് അതിന്റെ കീലകം എന്നുള്ളതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് സൗന്ദര്യ ലഹരി എന്നുള്ള ശങ്കരാചാര്യരുടെ കൃതിയെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ഈ ഭൂലോകത്തിലെ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി അമ്മ, നമ്മുടെ ശ്രീവിദ്യ ഉപാസനയുടെ ബേസ് ആയിട്ടിരിക്കുന്ന ഭഗവതി ആരാണ്? ദേവി മഹാഭട്ടാരിക രാജരാജേശ്വരി. അമ്മ ഇരിക്കുന്ന കുടികൊള്ളുന്ന ഏക സ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? മഹാമേരു ശ്രീചക്രം. ശ്രീചക്രത്തിലാണ് അമ്മ ഇരിക്കുന്നത്. ഏതാണ് ശ്രീചക്രം? നമ്മൾ പുറത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചലോഹം വെള്ളി ശ്രീചക്രമാണോ? അതെന്താണ്? ഈ ശരീരമാകുന്ന ശ്രീചക്രം ഈ മഹാമേരുവില്, മേരുവിന്റെ 3 ശൃംഗങ്ങൾ, സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമൻ നഗര നായിക. ശ്രീനഗരം നമ്മുടെ ശരീരമാണെങ്കിൽ, ശ്രീചക്രം നമ്മുടെ ശരീരമാണെങ്കിൽ സുമേരു മധ്യം എവിടെ? നമ്മുടെ സഹസ്രാര പത്മം. സുമേരു മധ്യ ശൃംഗത്തിലിരിക്കുന്ന സാക്ഷാൽ രാജരാജേശ്വരി ത്രിപുര സുന്ദരി. ഈ അമ്മ ഇരിക്കുന്ന സ്ഥലം എവിടെയാ? ബാഹ്യത്തില് ശ്രീചക്രമാണെന്ന് നമ്മൾ ധരിക്കുന്നു. ആ ശ്രീചക്രത്തിലോട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ ആവാഹിച്ച് അവിടെ വെച്ച് പൂജിക്കുന്നു. ഈ ശക്തി ഇരിക്കുന്നത് എവിടെ? തന്റെ ഹൃത്പത്മ മധ്യേ. ആ ഹൃത്പത്മമധ്യേ നമ്മുടെ ആ കാരണാനന്ദ വിഗ്രഹേ സർവഭൂത ഹിതേ മാതഃ ഏഹി ഏഹി പരമേശ്വരി സ്വാഹ എന്ന് പറഞ്ഞ ഉള്ളിൽ നിന്ന് ആവാഹിക്കുന്ന ദേവി. അപ്പൊ ദേവി ഇരിക്കുന്നത് എവിടെയാ? ആക്ച്വലി നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രത്തില് ഇരിക്കുന്നു ഭഗവതി. അപ്പൊ ദേവിയുടെ വീടാണ് ശ്രീചക്രം, നമ്മുടെ ശരീരം. എപ്പോഴും ആലോചിച്ചോളണം, പുറത്ത് കാണുന്ന ശ്രീചക്രം എന്താ? ദാറ്റ് ഈസ് എ സിംബൽ, സിംബോളിക് ആണ്. നമുക്ക് പ്രതിബിംബം പോലെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ പ്രതിബിംബിച്ച് കാണുന്ന, എനിക്ക് അവിടെ കണ്ടാലേ എൻ്റെ ഇവിടെ എനിക്ക് മനസ്സിലാവുള്ളൂ. ക്ഷേത്ര സങ്കല്പത്തിന്റെ അതേ രീതിയിൽ തന്നെയാണ് ശ്രീചക്രം. പുറത്തിരിക്കുന്ന ശ്രീചക്രം എന്തിനെ കാണിക്കുന്നു? ആ യൂണിവേഴ്സൽ, നിന്റെ ശരീരമാകുന്ന 30 മുക്കോടി ദേവകൾ ഇരിക്കുന്ന നിന്റെ ശരീരത്തിന്റെ ഒരു ജിയോമെട്രിക്കൽ ഫോമാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? നീ ആ ദേവിയുടെ മന്ത്രമാണ് പഞ്ചദശാക്ഷരി മന്ത്രം, 15 അക്ഷരമുള്ള മന്ത്രം. നീ ഇവിടെ ജപിക്കുമ്പോ നിന്റെ ഉള്ളിലിരിക്കുന്ന സ്പന്ദനങ്ങളെ സ്പന്ദിപ്പിക്കുമ്പോൾ നിന്റെ 3 കൂടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന മഹാത്രിപുര സുന്ദരിയെ നീ ഏകമായിട്ട് നിന്റെ ശരീരത്തിലെ ആത്മാവിൽ നിന്ന്, നിന്റെ ജീവനിൽ നിന്ന്, ശ്വാസത്തിൽ നിന്ന് നമ്മൾ ത്രികണ്ഠ മുദ്ര വെച്ച് എവിടെയോട്ട് കൊണ്ടുവരണു? ഈ ശ്രീചക്രത്തിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ശ്രീചക്രം എന്തായി? പ്രാണപ്രതിഷ്ഠ നേടി. പ്രാണപ്രതിഷ്ഠ എവിടുന്നാ കൊണ്ടുവരണത്? ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. ഇതിന്റെ മൂല്യമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, ഇതിന്റെ പ്രഭവ സ്ഥാനം എവിടെയാ? ഞാൻ എന്ന് പറയുന്ന വ്യക്തിബോധം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് അവിടെ വെച്ച് ആവാഹിച്ചിട്ട് എന്ത് ചെയ്യണു? തിരിച്ചകത്തെടുത്ത് വെക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ കാര്യകാരണങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവിയുടെ വീട് ശ്രീചക്രമാണെന്ന് ഉറക്കണം. അത് എൻ്റെ ശരീരമാണ്. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ
ബഹിരംഗ പൂജകളെല്ലാം ചെയ്യുന്നത്. അപ്പോ ശിവപാർവതിമാര് നാരീശ്വരന്മാരായിട്ട് അർദ്ധനാരീശ്വര സങ്കല്പമായിട്ട് ബിന്ദുവിലാണ് ഇരിക്കുന്നത്. മഹാബിന്ദു സ്വരൂപിണി, ബൈന്ദവ സ്ഥാനത്തിരിക്കുന്ന ബിന്ദു സ്വരൂപിണിയായിരിക്കുന്ന ദേവി എന്താണ്? ആ ദേവി അർത്ഥാംഗനയാണ്, ശിവന്റെ അർദ്ധ ശരീരമാണ്. ദേവി പകുതി ശരീരമാണ്. കാരണം ശിവനും ദേവിയും ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുമിച്ചിരിക്കുന്ന ശക്തിയാണ്. പകുതി ശിവനും പകുതി ദേവി. അപ്പൊ എന്റെ ശരീരത്തിൽ ഞാൻ കൊണ്ടുവരുമ്പോ ഞാൻ എന്ന് പറയുന്ന ശ്രീചക്രം, എന്റെ ശരീരം എന്ന് പറയുന്ന ശ്രീചക്രം എന്താണ്? രണ്ട് ഭാഗമുണ്ട്. എന്താ? ശിവനും ശക്തിയും. അതിനെയാണ് നമ്മൾ ഇട പിങ്കള എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന എന്റെ ശരീരമാകുന്ന ശ്രീചക്രത്തിൽ നിന്ന് ദേവിയെ പുറത്തു കൊണ്ടുവന്ന് പൂജിക്കുന്നു. ഇതിനാണ് ശ്രീവിദ്യ ഉപാസന. ശ്രീവിദ്യ, മഹാവിദ്യ. എന്താണ് ഈ ഉപാസിക്കാൻ കാരണം? എനിക്ക് എന്റെ ആത്മതത്വത്തെ അറിയണം. എനിക്ക് ഞാൻ ആരാണ്, ഹൂ ആം ഐ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് അറിഞ്ഞാൽ മാത്രം പോരാ, എന്റെ ബുദ്ധി കൊണ്ട് അറിഞ്ഞാൽ പോരാ. എന്ത് ചെയ്യണം? ഐ വോണ്ട് ടു എക്സ്പീരിയൻസ്. ആ ട്രൂത്തിനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, അറിയണം, എനിക്ക് അനുഭവവേദ്യമാകണം. അതിനാണ് വിജ്ഞാനം. ജ്ഞാനം മാത്രം ഉണ്ടായാൽ പോരാ, ഇത് അറിഞ്ഞാൽ പോരാ. എന്ത് ചെയ്യണം? അതിനെ എക്സ്പീരിയൻസ്ഡ് ട്രൂത്ത് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അനുഭവിക്കണം, അനുഭവവേദ്യമാവണം. ഈ പൂജ കൊണ്ട്, ഈ മന്ത്ര സ്പന്ദനങ്ങളെ കൊണ്ട് എന്താ ചെയ്യുന്നത്? അവസാനം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ത്രിപുര സുന്ദരിയും ഞാനും ഒന്നാണെന്നുള്ള ആ ഒരു മഹാസത്യത്തിൽ എത്തിച്ചേരുകയാണ് ശ്രീവിദ്യ ഉപാസനയുടെ അവസാനത്തെ ലക്ഷ്യം. അപ്പൊ അർദ്ധനാരീശ്വരനായിട്ട് ബിന്ദുവിലിരിക്കുന്ന ഈ മഹാദേവിയെ പൂജിക്കാൻ എന്താ? ഈ ശ്രീചക്രത്തിൽ ആരൊക്കെ ഇരിക്കുന്നു? നമ്മൾ ഈ ന്യാസങ്ങളും മന്ത്രങ്ങളും ഒക്കെ എന്തിനാ ചെയ്യുന്നത്? കാരണം ഈ ശ്രീചക്രത്തിലെ കോടി ദേവതകള്, അതായത് കുലദൈവങ്ങൾ ഇരിക്കുക. യക്ഷ കിന്നരന്മാര്, ഗന്ധർവന്മാര്, ഗ്രാമദേശ ദേവതകള്, സൃഷ്ടിസ്ഥിതി സംഹാര പാലകര്, അഷ്ടദിക്പാലകര് തുടങ്ങി പ്രപഞ്ചത്തിലെ എല്ലാ ദേവതകളും അവരുടെ അമ്മയായിട്ടുള്ള രാജരാജേശ്വരിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശ്രീചക്രത്തെ, അതായത് ശ്രീചക്രത്തെയും ശ്രീവിദ്യാ മന്ത്രത്തെയും ശ്രീ ലളിതാ പരമേശ്വരിയും എന്താ ഉപാസന ഉള്ളവർക്ക് അവർക്ക് എന്ത് ചെയ്യണം? അന്യ ദേവതകളെ ഉപാസിക്കേണ്ട ആവശ്യം ഇല്ല. ഇത് എല്ലാ തന്ത്രശാസ്ത്ര ബുക്കിലും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഉപാസിക്കുന്ന ഏത് ദേവത, ഏത് ക്ഷേത്രത്തിൽ ചെന്ന് ഏത് കൊച്ചു ദേവതയെ ഉപാസിച്ചാലും അവരൊക്കെ എവിടെ ഇരിക്കുന്നവരാണ്? ഈ ഭഗവതിയുടെ പാദപൂജ ചെയ്തുകൊണ്ട് ഈ അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് ശ്രീചക്രത്തിൽ ഇരിക്കുന്നവരാ. ശ്രീചക്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിൽ അന്യമല്ലാത്ത വേറെ ദേവതകൾ ഇല്ല. അപ്പൊ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ ദേവതകളും ഈ അമ്മയുടെ സ്വരൂപമാണ്, അമ്മയാണ് പൂജിക്കുന്നെങ്കിൽ ശ്രീചക്ര ഉപാസനയ്ക്ക് വേറെ ദേവതാ സങ്കല്പത്തിന്റെ ആവശ്യമുണ്ടോ? ചിന്തിച്ചു നോക്കുക. ഒരിക്കലും അതിന് ആവശ്യമില്ല. അപ്പൊ അന്യ ദേവതാ ഉപാസന വേണ്ട. അപ്പൊ ശ്രീ ശങ്കരാചാര്യര് ശരിക്കും പറഞ്ഞ ഭൂമിയിൽ മേരുചക്രം സ്ഥാപിച്ചിട്ട് എന്താ ആ ഒരു കാഞ്ചി കാമാക്ഷി ഉൾപ്പെടെ ധാരാളം ഭക്തന്മാർ വരുന്ന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട്. കാരണം അത് ഈ ശ്രീചക്രം ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ടാണ് ഈ ആളുകൾ കൂടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയുടെ പ്രഭവ സ്ഥാനമാണ് ശ്രീചക്രം. അവിടെ സാധാരണ മനുഷ്യരും ആകർഷിക്കപ്പെടും. കാരണം നമുക്കറിയാം ഒരു ഇരുമ്പ് എത്ര തുരുമ്പ് പിടിച്ച് തുരുമ്പ് മാറിക്കഴിഞ്ഞാൽ ഇരുമ്പ് എങ്ങനെ വെച്ചാലും കാന്തവുമായിട്ട് ആകർഷിക്കപ്പെടും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താ? ഇരുമ്പാണെന്ന് വെക്കൂ. കാരണം കുറെ ജന്മങ്ങളിൽ വന്നിരിക്കുന്ന തുരുമ്പുകളെല്ലാം അതിൽ പിടിച്ചിരിക്കുക, കർമ്മങ്ങള്, നമ്മുടെ മനസ്സെല്ലാം പുറത്തോട്ടാ. അതുകൊണ്ട് ഈ ഒരു തുരുമ്പ് പിടിച്ച കഷ്ണ നമ്മുടെ മനസ്സ്. അതേസമയം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഈ തുരുമ്പിന്റെ ഇടയിൽ കൂടെ പോലും ഒരു നിസാരമായിട്ട് ഒരു ചെറിയ എന്താ പറയാ ഒരു ശകലമെങ്കിലും പുറത്തുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ശ്രീചക്രത്തിൽ ഇരിക്കുന്ന അമ്മയുടെ ശക്തി എന്ത് ചെയ്യും? നമ്മുടെ ഈ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന കാന്തം നമ്മുടെ മനസ്സിനെ ആകർഷിക്കും. അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രീചക്രം വെക്കുന്നത്. കാരണം പ്രപഞ്ച രൂപിണിയായിരിക്കുന്ന അമ്മയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ആ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും മാക്രോവും മൈക്രോവും രണ്ടല്ല, ഒന്നായതുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയും അവിടെ ഇരിക്കുന്ന ശക്തിയുമായിട്ട് വല്ലാത്ത ആകർഷണം വരും. കാരണം രണ്ടും ഒന്നല്ലേ, അമ്മയും മകളും അല്ലേ അവിടെ. എങ്ങനെ നമുക്ക് എത്ര ആൾക്കൂട്ടത്തിൽ ഇടയിൽ നിന്നാലും ഒരു കൊച്ചു കുഞ്ഞ് അമ്മാന്ന് വിളിച്ച് എവിടെ ചെല്ലും? അമ്മയുടെ അടുത്തേ ചെല്ലൂ. വേറെ ഒരു സ്ത്രീകളെയും പോയി കെട്ടിപ്പിടിക്കില്ല കുഞ്ഞ്. അതുപോലെ നമുക്ക് നമ്മുടെ അമ്മയെ തിരിച്ചറിയാൻ പറ്റും. അതാണ് ക്ഷേത്രത്തിൽ ഈ ശ്രീചക്രം വച്ചിരിക്കുന്നതിന്റെ കാരണം. അപ്പോ അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയുടെ പ്രഭവ സ്ഥാനമാണ്. അപ്പോ ആകർഷിക്കപ്പെടാൻ കാരണം ഇതാണ്. അപ്പോ നമുക്ക് കുടുംബ കോവില്, എന്താ കുലദൈവം, നമ്മൾ പറയില്ലേ കുലദൈവത്തെ മറന്നുപോയി, ഇല്ലെങ്കിൽ കുടുംബ കോവിലില് വഴിപാട് കൊടുത്തില്ല. ഈ ശ്രീചക്ര ഉപാസന ചെയ്യണവർക്ക് കുടുംബദേവിയോ കുലദേവിയോ ഒന്നുമില്ല. കാരണം ഇവരെല്ലാം തന്നെ യഥാർത്ഥമായിട്ടിരിക്കുന്ന ലളിത ഈ ദോഷങ്ങളെല്ലാം തന്നെ അത് ദോഷമൊന്നുമല്ല. കാരണം നമുക്ക് ഇതിലോട്ട് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന കുലദൈവം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ കുണ്ടലിനി ശക്തിയാണ്. ആ കുലത്തില് അകുലാന്തസ്ഥ കുലാകുല എന്നൊക്കെ പറയുന്ന ദേവിയിൽ എത്തിച്ചേരാനാണ് ഈ പറയുന്ന ദോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ദേവിയെ ആ കുണ്ടലിനിയെ മറന്നതാ ദോഷം.
അപ്പോ കുലദൈവം നമ്മുടെ കുടുംബക്ഷേത്രം എന്നൊക്കെ കുടുംബം എന്നൊക്കെ പറയുമ്പോ എന്താ, നമ്മൾ വന്നിരിക്കുന്ന DNA, നമ്മൾ വന്നിരിക്കുന്ന 7 തലമുറ അച്ഛനമ്മമാരുടെ ഈ ദേവി പാദത്തെ മറന്ന നമുക്ക് അത് ഉണർത്താൻ വേണ്ടിയിട്ടാണ് കുടുംബ ദൈവമൊക്കെ. ഈ ദേവിയെ പൂജിച്ചു കഴിഞ്ഞാൽ ലളിതാ ത്രിപുര സുന്ദരി ഉപാസനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാ ദോഷങ്ങളും അതോടുകൂടി മാറിക്കിട്ടും. കാരണം ദേവിയുടെ പാദപത്മങ്ങളിൽ ഇരിക്കുന്ന മേരു പ്രതിഷ്ഠ, ദേവിയുടെ പാദത്തിൽ നമ്മൾ കണ്ടിട്ടില്ല, ഏത് ക്ഷേത്രത്തിലും ദേവി പാദം വച്ചിരിക്കുന്നത് ശ്രീചക്രത്തിന്റെ മേളിലാണ്. ശ്രീചക്രമായിട്ട് ദേവിയുടെ താടങ്കങ്ങളെ പറയാറുണ്ട്, ശ്രീചക്രം ദേവി കഴുത്തിൽ അണിയാറുണ്ട്. ഏത് രീതിയിലും ശ്രീചക്രം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. അപ്പൊ ശ്രീചക്രം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ശിലയുടെ അടിയിൽ, ക്ഷേത്രത്തില് ആ ഇരിക്കുന്ന ശിലയുടെ അടിയിലാണ് വെക്കുന്നത്. പ്രപഞ്ചത്തിലെ കോസ്മിക് എനർജി എല്ലാം തന്നെ ഈ മഹാമേരു ചക്രത്തിൽ ഉണ്ടായിരിക്കും. കാരണം അതിന്റെ സിംബോളിക് ആയിട്ടാണ് ഉണ്ടാകുന്നത്. സാധാരണ എന്താ പറയാ, അതിന്റെ അളവുകളൊന്നും ഇല്ലാതെ വെറുതെ ഉണ്ടാക്കി ക്ഷേത്രത്തിന്റെ നടയിൽ വെക്കുന്ന മേരുവോ ശ്രീചക്രമോ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതോ ഒന്നും നമുക്ക് മേടിക്കാൻ പാടില്ല. കാരണം ഇതൊരു എന്താ പറയാ പരമ്പരാഗതമായിട്ടുള്ള മന്ത്രമാണ്. അപ്പൊ അതിൽ കൂടെ കിട്ടുന്ന മേരു മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഏത് ജീവനും ഇങ്ങനെയുള്ള പ്രതീകങ്ങളെ ആശ്രയിച്ച് സ്വന്തം എന്തിനാണ് ആ സ്വത്വത്തെ, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നറിയാനാണ് ഈ ശ്രീവിദ്യ. അതായത് ഈ യന്ത്രം മന്ത്രം ഇത് രണ്ടും കൂടെ ചേരുന്ന തന്ത്രം. ഈ തന്ത്രത്തിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ശരീരം, പ്രാണൻ, കോശങ്ങള്, സൂക്ഷ്മ ശരീരം എല്ലാത്തിനെയും ചേർത്തിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഉപാസനയാണ് ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. അതായത് ബഹിർയാഗത്തിൽ നിന്ന് നമ്മൾ അന്തർയാഗത്തിലോട്ട് പോവുക. ഈ ബാഹ്യ പൂജകളെല്ലാം തന്നെ നമ്മുടെ അന്തർയാഗത്തിന് വേണ്ടിയാണ്. ഈ സത്യങ്ങളെ നമുക്ക് ഉണരാൻ വേണ്ടിയിട്ടാണ്. കാരണം പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല, അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ ഗർഭോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, ഇപ്പൊ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്തൊക്കെ പഠിച്ചാലാണ് നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മയുടെ ശരിക്കുള്ള യഥാർത്ഥ സ്വരൂപം എന്നാൽ തന്നെ 1% മനസ്സിലാക്കിയ ഭാഗ്യവാന്മാരാ. 1%. കാരണം അത്രയ്ക്കും എന്താ പറയാ, നമുക്ക് ഈ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ അത്രയ്ക്ക് എന്താ പറയാ ബൃഹത്തായിട്ടിരിക്കുന്ന ബ്രഹ്മാണ്ടമാണ്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സാണ് വലുതാകേണ്ടത്, മനസ്സ് വികസിക്കണം. ആ ഒരു പ്രാണനെ കുറിച്ച് നമ്മൾ തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ തന്ത്രം തനുവിന് കേന്ദ്രീകരിച്ച, തനു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, അതിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. അതിനകത്തിരിക്കുന്ന പ്രാണനെയും പഞ്ചകോശങ്ങളെയും എന്താ പറയാ 3 നോട്ടുകൾ, അതായത് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, 72,000 നാഡീ ഞരമ്പുകള്, 21,600 ശ്വാസങ്ങള്, പ്രാണൻ, ഇതെല്ലാം അറിഞ്ഞെങ്കിലേ ഈ ശ്രീചക്രത്തിന്റെ 1% പോലും അറിയാൻ പറ്റും നമുക്ക്. അല്ലാതെ ശ്രീചക്രത്തെ കുളിപ്പിക്കാം, പൂവിടാം, അമ്മ എന്ന് വിളിക്കാം. പക്ഷെ ഈ അമ്മയെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണ്ടേ, നമ്മുടെ ഉള്ളിൽ കാണണ്ടേ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ആ സൂക്ഷ്മ ശരീരം, നമ്മളെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ആ പ്രാണനെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞുകൊള്ളണം. ആ ഉപാസനാ പദ്ധതി, സമഗ്രമായിട്ടിരിക്കുന്ന ഒരു ഉപാസനാ പദ്ധതിയാണ് ഏത്? ശ്രീവിദ്യ ഉപാസന. അപ്പൊ ബഹിർയാഗത്തിലൂടെ നമ്മൾ അന്തർയാഗത്തിലെത്തണം, നമ്മുടെ ആത്മാവിനെ അറിയണം. ഏറ്റവും ഉയർന്ന മാർഗമാണ് ശ്രീവിദ്യ. പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ് ശ്രീവിദ്യ ഉപാസന. കാരണം സന്യാസികളെക്കാളും ഉയർന്നതാണ് ഗൃഹസ്ഥാശ്രമി. കാരണം എന്താ? ഗൃഹസ്ഥാശ്രമി സന്യാസികൾക്കെല്ലാം ഉപേക്ഷിക്കാം, ഗൃഹസ്ഥാശ്രമിക്കോ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. എല്ലാം ഇരുന്ന് ഫേസ് ചെയ്ത് ദുഃഖങ്ങളും സുഖങ്ങളും ജീവിതത്തിൽ വരുന്ന ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് എന്നും ജീവിതം ഒരു യുദ്ധക്കള. അതാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്ന പോലെ എന്നും യുദ്ധക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമുക്ക് എന്താ പ്രശ്നങ്ങൾ വരണം അറിയില്ല. ദേവന്മാര് ദേവിയോട് പറഞ്ഞ പോലെ അമ്മ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും തരണ്ട ഇപ്പൊ. കാരണം എന്താ? എപ്പോഴാ പ്രശ്നം വരണമെന്ന് അറിയില്ല. ഇപ്പൊ പ്രശ്നം തീർന്നു, നാളെ വരാം, ഇപ്പൊ എപ്പോ വിളിച്ചാലും അമ്മ വരണേ, ഇതാണ് ദേവന്മാര് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗൃഹസ്ഥാശ്രമികള്. സന്യാസിമാർക്ക് എന്താ? അവരെല്ലാം നിവൃത്തി മാർഗത്തിൽ പോയവരാണ്. സനകാദികൾ ജനിച്ച ഉടനെ തന്നെ ബ്രഹ്മദേവന്റെ അടുത്ത് പറയുന്നു, ഞങ്ങൾക്ക് നിവൃത്തി മാർഗം മതി, പ്രവൃത്തി വേണ്ടാന്ന്. അപ്പൊ പ്രപഞ്ചത്തെ എങ്ങനെ നിലനിർത്തും? എല്ലാവരും സന്യാസത്തിന് പോയി കഴിഞ്ഞാല് നമ്മളെ പ്രപഞ്ചത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രജാപതികളെ സൃഷ്ടിക്കണം എന്ന് പറയുന്നത്. പ്രജയിലൂടെ മാത്രമേ ഈ പറഞ്ഞ സൃഷ്ട പ്രപഞ്ചത്തെ നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? വീണ്ടും ഈ സനകാദികൾ, അവരാണ് ദക്ഷിണാമൂർത്തിയായിട്ടിരിക്കുന്ന ശിവന്റെ മുമ്പിൽ ചെന്ന് നിവർത്തി മാർഗത്തെ ചോദിക്കുന്നത്. വീണ്ടും പ്രജാപതികളെ സൃഷ്ടിച്ചാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെ നമ്മളെ ഗൃഹസ്ഥാശ്രമികൾക്ക് പെട്ടെന്ന് അവർക്ക് മോക്ഷം കിട്ടും നന്നായിട്ട് പോയി കഴിഞ്ഞാൽ. സന്യാസികളെക്കാളും ഉയർന്നതെന്ന് പറയാൻ കാരണം പ്രശ്നത്തെ ഫേസ് ചെയ്ത് അതിന്റെ സൊല്യൂഷനിലൂടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളെ സഹായിക്കാനിരിക്കുന്ന അമ്മയുടെ ആ ഒരു അദൃശ്യ കരങ്ങളെ കണ്ട് ആ കരങ്ങളിൽ പിടിച്ച് അവിടെ സറണ്ടർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
എവിടെയോ ഇരിക്കുന്ന ശക്തിയെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ദുഃഖങ്ങളിൽ നമ്മുടെ കൂടെ വന്ന് സുഖങ്ങൾ തരികയും ദുഃഖങ്ങളിലൂടെ കൈപിടിച്ച് കുഞ്ഞെ നീ വിഷമിക്കേണ്ട, നമ്മുടെ തോളിൽ തട്ടി ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണ മഹാശക്തി അത് അമ്മയല്ലാതെ ആരാ? ഒരമ്മയ്ക്ക് അത് പറ്റൂ. കാരണം അമ്മയുടെ പൊക്കിൾ കൊടി ബന്ധമാണ് നമുക്കുള്ളത്. അമ്മയിൽ നിന്ന് അന്യരല്ല നമ്മള്. അപ്പോ ആ ശ്രീവിദ്യാ സമ്പ്രദായത്തില് എന്താ പറയാ, ഈ എന്താ പറയാ ഏറ്റവും ഉയർന്ന വാനപ്രസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ? വനത്തിൽ താമസിക്കുന്നവൻ, ഇല്ലെങ്കിൽ യതി, ഇവരൊക്കെ തന്നെ നമ്മൾ ഉയർന്നതാണെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ പറയുന്നു ഭോഗവും മോക്ഷവും കൊടുക്കുന്ന ഈ ശ്രീവിദ്യാ ഉപാസന, ഭോഗശ്ച മോക്ഷശ്ച കരൈസ്തദാനം, ഈ ശ്രീ സുന്ദരിയെ ഉപാസിക്കുന്നവർക്ക് ഭോഗവും മോക്ഷവും കയ്യില് കരതലാമലകം പോലെ കിട്ടും. രണ്ടും കൊടുക്കുന്ന അമ്മ. നമുക്കതാ വേണ്ടത്. നമുക്കെന്താ സന്യാസി ആയിരിക്കാൻ പറ്റില്ല, ഗൃഹസ്ഥാശ്രമി ആയിപ്പോയി. വനിയാവാൻ പറ്റുമോ? വനത്തിൽ പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഇതെല്ലാം എന്താ പറയാ ഫേസ് ചെയ്തിട്ട് നമ്മുടെ യഥാർത്ഥത്തെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ കാൽവയ്പിലും അമ്മ ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ ആ മൃദുല സ്പർശം കൊണ്ട് ആ പാദപത്മങ്ങളിൽ തല ചേർത്ത് വെച്ച് കണ്ണുനീരൊഴുക്കി ആ ദുഃഖങ്ങളെല്ലാം അവിടെ വെച്ചെന്ത് അമ്മ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മളെ ഈ ജീവിതമാകുന്ന സാഗരത്തെ ഭവതാരിണിയായിട്ട്, ഈ ഭവസാഗരത്തെ ഭവാനിയായിട്ട് കടത്തിവിടുന്ന അമ്മയുടെ ആ ശക്തി നമ്മൾ നമ്മുടെ ഉള്ളിൽ തിരിച്ചറിഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റൂ. അതാണ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ജ്ഞാനം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതിനെ വിജ്ഞാനമാക്കി തീർക്കണം, അതിനെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ആ ട്രാങ്കുലിറ്റി. പിന്നെ സുഖദുഃഖങ്ങൾ വന്നാൽ രണ്ടും ഒരുപോലെ ആ ഒരു തിതിക്ഷാഭാവം എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ജീവിതം എങ്ങനെയോ പൊക്കോട്ടെ, ശരീരത്തിന് രോഗങ്ങൾ വരട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്ന നഷ്ടപ്പെട്ടു പോകട്ടെ, നമ്മുടെ ബന്ധുക്കള് ശത്രുക്കളാവട്ടെ, പക്ഷെ ആരുണ്ട് എൻ്റെ കൂടെ? എന്നുമുള്ള ഒരാളെ എനിക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവ്. ആ അഗ്നിയുടെ മധ്യത്തില് ആ ഒരു കുളിർ കാറ്റായിട്ട് ഒരു പേമാരിയായിട്ട് വന്ന അഗ്നിയെ അണച്ച് നമ്മളെ ചേർത്ത് നിർത്തുന്ന ശക്തി അത് തന്നെ അമ്മ പരാശക്തി. ആ പരമമായിട്ടുള്ള പവിത്രമായിട്ടുള്ള നാമം പോലും എന്താ അതിനകത്ത് പറയുന്നത്? എന്താ കൃതോസ്മി പാപസ്യം അഖിലം. എന്ത് പാപങ്ങൾ ഞാൻ ചെയ്യട്ടെ, എന്ത് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി എന്നിരിക്കട്ടെ, എന്താ നമുക്ക് അതിന് പ്രായശ്ചിത്തം പരാപ്രോക്ത പരാശക്തി പരം സ്മൃതി. പ്രായശ്ചിത്തം എന്താണ്? അമ്മ 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 പരാശക്തി. ആ പാദപത്മങ്ങളെ സറണ്ടർ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ എത്ര കുറ്റം ചെയ്തിട്ട് ചെന്നാലും ക്ഷമിക്കാണ്ടിരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. അപ്പോ ആ അമ്മയെ നമ്മൾ എന്ത് ചെയ്യണം? സദാ അറിയണം. ശ്രീവിദ്യാ സമ്പ്രദായത്തില് അതുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് എല്ലാവർക്കും ഇത് അറിയാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ചില നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. അവനവന്റെ രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ട്രാഫിക് നിയമം എന്തിനാ വെക്കുന്നത്? ഒരു ട്രാഫിക് ഐലൻഡ് വെക്കുന്നു. എന്താ? അവിടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം, ഒരു വാഹനത്തിന് കടന്നു പോകാൻ പറ്റണം, ഇല്ലേ? അവിടെ ഒരു ട്രാഫിക് പോലീസ്, അതാണ് ഗുരു. ട്രാഫിക് നിയന്ത്രിച്ച് അവസാനം ഗുരു ബോധം കെട്ട് ട്രാഫിക് ഐലൻഡിൽ തന്നെ കിടക്കേണ്ട സ്ഥിതി വരും, ഇല്ലേ? കാരണം എന്താ വെച്ചാൽ ട്രാഫിക് ഭയങ്കര ഹെവിയാ. ആർക്കും കാത്തു നിൽക്കാൻ ക്ഷമയില്ല. മനസ്സിലിരിക്കുന്ന എന്താ പറയാ ദുഷ്ചിന്തകളെ മാറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ട്രാഫിക് വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യു ടേൺ അടിച്ച് എന്ത് ചെയ്യാ, മുമ്പിലോട്ട് തന്നെ പൊക്കോളുക, തിരിച്ചു പോണ്ടാന്ന് വെക്കുക, അതേ പറ്റുള്ളൂ. കാരണം ശ്രീവിദ്യാ സമ്പ്രദായം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല, കുറച്ച് നാരോ ആണ് പാത്ത്. പക്ഷെ ആ നാരോ പാത്തിലൂടെ പോകുമ്പോ നമുക്ക് കിട്ടുന്ന എന്താ? ബൃഹത്തായിരിക്കുന്ന ബ്രഹ്മസ്വരൂപിണിയായിട്ടിരിക്കുന്ന അമ്മയാ. കുറച്ച് ദുഃഖങ്ങള്, കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നാലേ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് വേണം, ഇല്ലേ? ഏത് നിയമങ്ങൾ, ട്രാഫിക് നിയമം എന്തിനാ? നമ്മുടെ കാറിനെ രക്ഷിക്കാനില്ലേ? നമ്മൾ ഓടിക്കുന്ന വണ്ടി ഇല്ലെങ്കിൽ ഇടിക്കും, മറ്റുള്ളവർ തമ്മിൽ നമ്മുടെ ശരീരത്തിന് ക്ഷതം സംഭവിക്കും. അതുപോലെ ഈ ഉപാസനയിൽ നമുക്ക് തരുന്ന റൂൾസ്, നിയമങ്ങൾ എല്ലാം എന്തിനാ? ശരിക്കും ഏത് ശാസ്ത്രവും എന്താണ്? നമ്മളെ രക്ഷിക്കാനാ, അല്ല ശിക്ഷിക്കാനല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ശ്രീവിദ്യാ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? ചില യമനിയമാദികൾ, ചില റെസ്ട്രിക്ഷൻസ് ഗുരുപരമ്പര വച്ചിരിക്കുന്നത് നമ്മൾ അനുസരിക്കണം. അതായത് ഒരു സാധാരണ വ്യക്തി അല്ല നമ്മള്. കാരണം ആ ഒരു പരാശക്തിയുടെ ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അത്രയും മനസ്സ് ഉയരണം. നമ്മുടെ മനസ്സ് താഴെയല്ല. താഴെയുള്ളവര് ചൈന ഓളിന്റെ മോളിൽ കയറി നിൽക്കുന്ന ആളും താഴെ നടക്കുന്ന റോഡിലൂടെ നടക്കുന്ന ആ ഒരു മതിലിന്റെ മേളിൽ കയറുന്ന താഴോട്ട് നോക്കുമ്പോൾ ഉറുമ്പിനെ പോലെ തോന്നും നമുക്കല്ലേ? അവരെല്ലാം ചെറുതായിരിക്കുന്ന പോലെ. അതുപോലെ ചെറിയ മനസ്സുള്ളവരെ ആയിട്ട് പിന്നെ കമ്പയർ ചെയ്യരുത്. മതിലിന്റെ മേളിൽ കയറിക്കൊള്ളണം. മേളിൽ നിന്നുകൊണ്ട് ചെറിയ ആളുകളുമായിട്ട് സംസാരിച്ചാൽ എന്താ? പണം കൊണ്ടല്ല ഞാൻ പറയുന്നത്, മനസ്സുകൊണ്ട്. നമ്മുടെ മനസ്സ് എന്താ പറയുക, വികസിക്കണം. ആ വികസിതമായ മനസ്സിലെ അമ്മയെ ഉൾക്കൊള്ളാൻ പറ്റൂ. പ്രപഞ്ചേശ്വരിയായിട്ടിരിക്കുന്ന അമ്മ അവിടെ ഇരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ താഴെ ഇരിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വലുത് ചെറുതെന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ എന്താ? യഥാർത്ഥ സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റൂ. അപ്പോ
എന്താ പറയാ സാധാരണ വ്യക്തി ആദ്യം അറിയേണ്ടത് എന്താ? ഈ ഉപാസന, ഞാൻ ഇതിലോട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ ദേവിയെ അറിയണമെങ്കിൽ നമുക്ക് ശക്തി, അതാണ് അതിന്റെ ഉറവിടത്തെ പറ്റി അറിയണം. അതിനാണ് ബീജം ശക്തി കീലകം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീവിദ്യ ഉപാസനയുടെ ബീജം എന്താണ്, അത് എവിടെയാണ് ഉറക്കേണ്ടത്, ഈ എന്ത് കീ കൊണ്ടാ തുറക്കേണ്ടത്, കീലകം. ഈ ശ്രീവിദ്യ ഉപാസനയുടെ വാതിൽ തുറന്ന് നമുക്ക് എങ്ങനെയാ അകത്ത് കയറാൻ പറ്റും, ഇത് മൂന്നും ഈ 3 ശ്ലോകങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഒരു സാധാരണ വ്യക്തി ആദ്യം അറിയേണ്ട കാര്യം എന്താ? ഈ ശ്രീവിദ്യ ഉപാസന ഗൃഹസ്ഥാശ്രമികൾക്കാണ്. അവന് എന്താ വേണ്ടത്? അവനൊരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ അവന് ആ സത്യത്തെ അറിഞ്ഞ് അത് അനുഭവിക്കണമെങ്കിൽ അവന് ദുഃഖങ്ങൾ വേണം. സുഖം മാത്രമല്ല, ദുഃഖങ്ങൾ വരട്ടെ. ആ ദുഃഖങ്ങളിൽ നമുക്ക് തണലായിട്ട് നിൽക്കുന്ന ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മൂന്നാമത് നമ്മൾ അറിയേണ്ടത് എന്താണ് എന്താണ് അപരാവിദ്യ എന്നുള്ളതാണ്. അപരാവിദ്യ അത് വളരെ എന്താ പറയാ, അത് മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് ഈ പറഞ്ഞ ബീജത്തിലോട്ട് കയറാൻ പറ്റൂ. കാരണം പുരുഷോ വൈ സുഹൃതം എന്നാ പറയുന്നത്. മനുഷ്യ ജന്മം സുഹൃതം കൊണ്ട് തരണു. അത് അറിഞ്ഞില്ലെങ്കിൽ എന്താ, അത് ഇല്ലെങ്കിലോ മഹതോ വിനഷ്ടി, ഭയങ്കരമായിട്ടുള്ള നഷ്ടം സംഭവിക്കും അല്ലേ? നമുക്ക് കണ്ണുണ്ടായാൽ പോരാ കാണണം എന്ന് പറയില്ലേ? അതുപോലെ നേത്രമുണ്ടെങ്കിലും കാണുവാനുണ്ട് പണി. അത് കാണേണ്ടത് കാണണം. നമ്മൾ കാണണ്ടാത്ത എല്ലാം കാണും, അല്ലാത്തതൊന്നും കാണില്ല. അപ്പൊ നമ്മൾ എന്താ സാക്ഷരത എന്ന് പറയുന്നത്? ശരിക്കും ആ രാക്ഷസന്മാരെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന രാക്ഷസന്മാരെ കൊല്ലുന്നതാണ് സാക്ഷരത എന്ന് പറയുന്നത്. അല്ലാതെ അക്ഷരജ്ഞാനം കൊണ്ട് നമുക്ക് സാക്ഷരത കിട്ടില്ല. ആ ഒരു ആസുരിക ശക്തികളെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കണം. അപ്പോ ഈ പറഞ്ഞ അപരാവിദ്യ ഇന്ന് ഞാൻ തുടങ്ങുന്നില്ല. കാരണം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണം നമുക്ക് വിദ്യാമായ അവിദ്യാമായ താമസി പ്രകൃതി, ഇതിലൂടെ വേണം നമുക്ക് ബീജത്തിൽ എത്തിച്ചേരാൻ. അതിനെ കുറച്ചുകൂടെ സമയമെടുക്കും. നമുക്കത് തിങ്കളാഴ്ച അത് കണ്ടിട്ട് നമുക്ക് ഉപനിഷത്തിലോട്ട് കയറാം. അതായിരിക്കും എൻ്റെ ശരി. കാരണം ഇനിയിപ്പോ അത് തുടങ്ങിയ സമയമില്ല. എന്തായാലും നമുക്ക് ദേവിയുടെ പരാശക്തിയുടെ പാദപത്മങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മളും, ഞാന് എന്റേത് എനിക്കുള്ളത്, ഞാൻ അറിഞ്ഞത്, അറിയാനിരിക്കുന്നത്, ഇനി ഒരിക്കലും അറിയാതെ പോകുന്നത് എല്ലാം എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃത്പത്മത്തിൽ ഇരിക്കുന്ന ഹൃത്പത്മ കർണിക മധ്യേ ഇരിക്കുന്ന ഭഗവതിയുടെ പാദപത്മങ്ങളിൽ സർവദാ സർവാത്മന ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥാസു മനസ്സ വാച കർമ്മണ എല്ലാ പ്രവൃത്തികളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ദേവി നമ്മളെ നല്ല പാതയിലൂടെ നയിച്ച് അമ്മയുടെ പാദപത്മങ്ങളിൽ എത്തിച്ചേർക്കട്ടെ എന്നുള്ള നമുക്ക് എല്ലാവർക്കും ചേർന്ന്, അതാണ് സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ, നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് തേജസ്വിന അവധീതമസ്തു മാ വിദ്വിഷാവഹൈ, ആരോടും ദേഷ്യമില്ലാതെ ആരോടും കോപമില്ലാതെ ഒരുമിച്ച് കൈപിടിച്ച് ആ പാദപത്മങ്ങളിൽ ഒരുമിച്ച് സഞ്ചരിക്കാം. അതിനെ പരാശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശ്രീമാത്രേ.